ദൃശ്യം 3 അങ്ങനെ മോഹൻലാൽ പോലീസിനെയും കോടതിയൊക്കെ പറ്റിച്ചിട്ട് ഇപ്പോൾ കുറേ വർഷമായി 2013 ഈ ദൃശ്യത്തിൻ്റെ അതായത് ദൃശ്യം എന്ന് പറയുന്ന സിനിമയുടെ ആദ്യ സീരീസ് വന്നു. അങ്ങനെ 2013, 21 ഇപ്പോൾ 26 മൂന്നാമത്തെ സീരീസായി ദൃശ്യം സീരീസ്. അപ്പോൾ ഈ സിനിമയിൽ മെയിനായിട്ട് ജിത്തു ജോസഫ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫസ്റ്റിലും സെക്കൻഡിലുള്ള ട്വിസ്റ്റ് ഒന്നും പ്രതീക്ഷിച്ച് പോകരുത്, അതായത് സസ്പെൻസ് ഒന്നും പ്രതീക്ഷിച്ച് പോകരുത്, ക്ലൈമാക്സിൽ അത്രയ്ക്കുള്ള ബ്രഹ്മാണ്ടമായിട്ടൊന്നുമില്ല, അവരെ ഫാമിലിയിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അതായത് ജോർജ് കുട്ടി എന്ന് പറയുന്ന ക്യാരക്ടർ, ആ പുള്ളിക്കാരൻ്റെ ഫാമിലിയിൽ നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് അവർ ബാക്കി കാര്യങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നത്, ഇക്കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ സിനിമയിൽ ട്വിസ്റ്റ് ഉണ്ട്, സസ്പെൻസും ഉണ്ട്. ഫസ്റ്റും സെക്കൻഡും പോലെ ബ്രഹ്മാണ്ടമൊന്നും ഞാൻ പറയല്ല, പക്ഷേ ഈ സിനിമ നൈസ് പടമാണ്, കിടിലം പടം. ആവശ്യത്തിലധികം സസ്പെൻസ് ഉണ്ട്, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് ക്യാരക്ടറൊക്കെ വരും. ഇൻ്റർവെൽ പഞ്ചാകുമ്പോൾ ഒരാൾ വരണുണ്ട്, പുള്ളിക്കാരൻ കൈയടിയൊക്കെ ഇഷ്ടം പോലെ ഏറ്റുവാങ്ങിയിട്ടാണ്. അതായത് പുള്ളിക്കാരനെ ഇൻ്റർവെല്ലിൽ തന്നെ പുള്ളിക്കാരൻ തിയേറ്റർ അങ്ങ് ബ്ലാസ്റ്റ് ആക്കി, അതാണ് സത്യാവസ്ഥ. പിന്നെ ക്ലൈമാക്സിലോട്ട് അടുക്കുമ്പം നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാളാണ്. പിന്നെ അതായത് മോഹൻലാലിനെതിരെ ഇനി ഞാനാണ് മോഹൻലാലിനെ വീഴ്ത്താൻ, ഇനി ഞാൻ കൂടെ ഇനി കളത്തിലുണ്ട് എന്നുള്ള രീതിയിൽ ഒരാൾ പറഞ്ഞുണ്ട്. ആ പുള്ളിക്കാരൻ്റെ വരവും ആരും ഒന്നും പ്രതീക്ഷിച്ചില്ല. അതെല്ലാം നല്ല ബ്രഹ്മാണ്ഡ സസ്പെൻസ് തന്നെയാണ്. പിന്നെ ഇവരെ ഫാമിലിയിൽ നടക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ അവരെങ്ങനെയൊക്കെയാണ് ഫേസ് ചെയ്യുന്നത്, അവരെത്രത്തോളം, അതായത് നമ്മൾ ജോർജ് കുട്ടി എന്ന് പറയുന്ന ക്യാരക്ടർ എത്രത്തോളം തൻ്റെ ഫാമിലിക്ക് വേണ്ടി, അതായത് ഇത്രയും കാലമായിട്ട് ഫാമിലിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സസ്പെൻസായിട്ട് ചെയ്തുകൊണ്ടിരിക്കില്ല. അപ്പോൾ ഫാമിലിക്ക് വേണ്ടി ഇനിയും ഏതറ്റം വരെ പോവും, അതായത് എത്രത്തോളം അപകടകരമായിട്ടാണ് പുള്ളിക്കാരൻ പോകണമെന്നുള്ളതൊക്കെ ഒരു രീതിയിലൊക്കെ ഈ സിനിമ നല്ല രീതിയിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ക്ലൈമാക്സിലും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരുപാട് സസ്പെൻസ് ഉണ്ട്. ജോർജ് കുട്ടിയുടെ ക്യാരക്ടർ മാറുന്ന രീതിയും പുള്ളിക്കാരൻ തൻ്റെ ഫാമിലിക്ക് വേണ്ടി ഏതറ്റം വരെ പോവും എന്നുള്ള ഒരു രീതിയും ഈ സിനിമയിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. യാതൊരു വിധത്തിലുള്ള ലാഗും കാര്യങ്ങളൊന്നുമില്ല ഈ സിനിമയിൽ. നമ്മൾ പ്രതീക്ഷിക്കാത്ത, റിയൽ ലൈഫിൽ എന്താണ് നടക്കാൻ പോകുന്നത്, പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ഞാൻ യാതൊരു രീതിയിലുള്ള സ്പോയിലറും ഇതിൽ പറയാനില്ല. എന്തായാലും ഈ സിനിമ 100 കോടി അടിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു വിധ സംശയമില്ല. കാരണം ഓൾറെഡി ഇപ്പം തന്നെ 35 കോടിയുടെ ബുക്കിംഗ് നടന്നിട്ടുണ്ട്. ഫസ്റ്റ് ദിവസമല്ല, ടോട്ടലായിട്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ സിനിമയ്ക്ക് ഒരു പോസിറ്റീവ് വന്നാൽ അത് ഫാമിലി ഓഡിയൻസ് എത്രത്തോളം എടുക്കുമെന്ന് നമുക്കറിയാം. മോഹൻലാലിൻ്റെ സിനിമയ്ക്ക് ഒരു പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഫാമിലി ആയിരിക്കും കൂടുതൽ, അതായത് തുടരും അതിനൊരു ഉദാഹരണമാണ്. അതുപോലെ തന്നെയായിരിക്കും ഇതും കൺഫേം ആയിട്ടൊരു 100 കോടിയും ഒരു ഹിറ്റുമാണ്. ദൃശ്യം 3 പിന്നെ ദൃശ്യം 4 വേണ്ടിയുള്ള ഒരു ലൂപ്പ് കൂടി ഇട്ട് തന്നിട്ടാണ് പോണത്. അങ്ങനെ ഒരു ചെറിയ ഇതുകൊണ്ട് ക്ലൈമാക്സിലൊക്കെ കൈയടിക്ക് ഇഷ്ടംപോലെ സാധനമുണ്ട്. കാരണം മോഹൻലാൽ ആ റേഞ്ചിലൊക്കെ കുറേ കാര്യങ്ങൾ പണി വയ്ക്കുന്നുണ്ട്. സോ ഇത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇതിൻ്റെ കുറേ സസ്പെൻസ് ആയിട്ടുള്ള ഭാഗവും ഡിസ്റ്റോയെല്ലാം എടുത്ത് വീഡിയോ എടുത്ത് ഇടരുത്, മിക്കവാറും പണി കിട്ടും. കാരണം അത് മിക്കവാറും ദൃശ്യത്തിൻ്റെ പ്രൊഡ്യൂസറും എല്ലാവരും കേസ് എടുക്കാനാണ് സാധ്യത. സോ അങ്ങനത്തെ മണ്ടത്തരമൊന്നും ചെയ്യാതിരിക്കുക, പോവുക, സിനിമ എൻജോയ് ചെയ്യുക. സിനിമ അബ്സല്യൂട്ട്ലി ഹിറ്റാണ്, എൻജോയ് ചെയ്യുക. ഫസ്റ്റും സെക്കൻഡിലുള്ള ക്ലൈമാക്സ് പ്രതീക്ഷിച്ച് പോകരുന്നു, ഓൾറെഡി ജിത്തു ജോസഫ് പറഞ്ഞിട്ടുണ്ട്. എന്നാലും നിങ്ങൾ അങ്ങനെ പ്രതീക്ഷിച്ച് പോകരുത്. പക്ഷേ സിനിമ ബൈ.